ഹലോ എവ്രിവൺ, പെരിസൈക്ലിക് റിയാക്ഷന്റെ പാർട്ട് 2 ടോപ്പിക് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 2-ൽ നമുക്ക് സൈക്ലോ അഡിഷൻ റിയാക്ഷനും സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റുമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ സൈക്ലോ അഡിഷൻ റിയാക്ഷനിലേക്ക് നമുക്ക് പോവാം. നോക്കൂ, സൈക്ലോ അഡിഷൻ റിയാക്ഷൻ പെരിസൈക്ലിക് റിയാക്ഷന്റെ ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് ഒരു ഡൈസ് ആൾഡർ റിയാക്ഷൻ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് സൈക്ലോ അഡിഷൻ റിയാക്ഷൻസ് പറയാൻ പറ്റും. അപ്പോൾ ഡൈസ് ആൾഡർ റിയാക്ഷനെ ഞാൻ DAR റിയാക്ഷൻ എന്ന് ഞാൻ ചുരുക്കത്തിൽ വിളിക്കും. സോ നമുക്ക് എന്തൊക്കെയായിരുന്നു ഉള്ളത്? നമുക്കൊരു ഡൈൻ ഉണ്ട്, അതേപോലെ നമുക്ക് എന്തുണ്ട്, ഒരു ഡൈഇനോഫൈൽ ഉണ്ട് അല്ലെ. ഡൈൻ ഉണ്ട്, അതേപോലെ ഡൈഇനോഫൈൽ ഉണ്ട്. സോ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിതാ ഇവിടെ ഇങ്ങനെ ഒരു ബോണ്ട് ഫോർമേഷൻ നടക്കും അല്ലെ. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സൈക്ലോഹെക്സീൻ നിങ്ങൾക്ക് കിട്ടും. സൈക്ലോഹെക്സീൻ. സോ ദിസ് ഇസ് ഡൈസ് ആൾഡർ റിയാക്ഷൻ. ഇതിന്റെ ഡെൽറ്റ സിഗ്മയും ഡെൽറ്റ പൈയും തമ്മിലുള്ള റിലേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞതായിരുന്നു +or-2 അല്ലെ. അതായത് ഇവിടെ 3 പൈ ആണെങ്കിൽ ഇവിടെ എത്ര ഉണ്ടാവും? ഇവിടെ 1 പൈ ആണ്. സോ +or-2 എത്ര പൈ ഇലക്ട്രോൺസ് ആണ് ഈ സിസ്റ്റത്തിൽ എന്ന് നോക്കാൻ നിങ്ങൾക്ക് ഒരു എളുപ്പ വഴിയും കൂടെ ഉണ്ട്. എത്ര ആരോസ് നിങ്ങൾ ഫോം ചെയ്യുന്നു എന്ന് നോക്കുക. 1 2 പിന്നെ ഏതാണ് 2 ഉണ്ട്, അതേപോലെ ഒന്നുകൂടെ ഉണ്ട് അല്ലെ 3. അതായത് 6 പൈ ഇലക്ട്രോൺസ് ആണ് ഇവിടെ ഉള്ളത്. അതേപോലെ ഇനി സിഗ്മ ബോണ്ടിന്റെ നോക്കുകയാണെങ്കിൽ 1 2 3 4 സിഗ്മ ബോണ്ട്സ് ഉണ്ട്. ഇവിടെ എത്രയുണ്ട്? 6 സിഗ്മ ബോണ്ട്സ് ഉണ്ട്. അതായത് +or-2ന്റെ ഒരു കോമ്പിനേഷനിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടും. ആൾഡർ റിയാക്ഷൻ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ റിയാക്ടിവിറ്റിയാണ്. റിയാക്ടിവിറ്റി ഓഫ് ദിസ് ഡൈനോഫൈൽ. അതായത് സൈക്ലോ അഡിഷൻ റിയാക്ഷനിൽ കുറെ ഡൈൻസ് ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്യുക എന്നുള്ള ഒരു ചോദ്യം തരാം. അല്ലെങ്കിൽ ഡൈഇനോഫൈൽ തന്നിരിക്കുന്ന ഡൈഇനോഫൈലിൽ ഏതാണ് കൂടുതൽ റിയാക്ടിവിറ്റി എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ നോക്കാം. നമുക്ക് ഡൈഇനോഫൈൽ എന്ന് നമ്മളൊരു ഡൈൻ എടുക്കുകയാണെങ്കിൽ ഡൈൻ അല്ലേ ശരിക്കും ഇവിടുന്ന് ഇവിടെ പോയി അറ്റാക്ക് ചെയ്യുന്നത്, ഡൈഇനോഫൈലിനെ പോയി അറ്റാക്ക് ചെയ്യുന്നത്. അതായത് കൂടുതൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ആർക്ക് വേണം? ഡൈന് വേണം അല്ലെ. ഡൈന് വേണമെങ്കിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൊടുക്കാൻ പറ്റുന്ന ആളുകൾ CH3 ഗ്രൂപ്പ് എന്ത് ഡൊണേഷൻ ആണ്? +I അല്ലെ. ഇൻഡക്റ്റീവ് എഫക്ട് വഴി +I എഫക്ട് വഴി ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ OMe എന്താണ്? OMeയിൽ എന്തുണ്ട്? ലോൺ പേഴ്സ് ഉണ്ട്. ഇവർക്ക് ഇങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു +M എഫക്ട് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇലക്ട്രോണിനെ എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോൺ ഡെൻസിറ്റിയെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഇവർ രണ്ടുപേരും എന്താണ്? ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായി കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഡൈഇനോഫൈലിലേക്ക് നന്നായിട്ട് ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാൻ പറ്റും. അതേപോലെ ഡൈഇനോഫൈൽ ആണെങ്കിലോ? ഡൈഇനോഫൈൽ ആണെങ്കിൽ നോക്കൂ, ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിന്റെ പ്രസൻസ് ആണെങ്കിൽ നന്നായിട്ട് ഇലക്ട്രോൺ ഈ ഡൈഇനോഫൈലിന്റെ മീനിങ് എന്താണ്? ഈ ഫൈൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആക്ച്വലി ഫൈൽ എന്ന് പറഞ്ഞാൽ ലവ്. അതായത് ഡൈനെ ലവ് ചെയ്യുന്ന ആൾ. സ്വാഭാവികമായിട്ടും ഡൈന്റെ കയ്യിൽ എന്താണുള്ളത്? ഇലക്ട്രോൺ ഡെൻസിറ്റി. അപ്പോ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇവിടെ കൂടുതലാണെങ്കിൽ ഇവർ തമ്മിൽ റിപ്പൽഷൻ അല്ലേ ഉണ്ടാകുക? ഇലക്ട്രോൺ ഡെൻസിറ്റി. അതായത് നമുക്ക് ഇലക്ട്രോൺ ഡെൻസിറ്റി ഇവിടെ കുറയണമെങ്കിൽ ആര് വേണം? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വേണം. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? CN, NO2, CHO, കാർബോക്സിലിക് ആസിഡ്. ഇവരൊക്കെ എന്താണ്? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സിന്റെ എക്സാമ്പിൾസ് ആണ് അല്ലെ. സോ ഇത്രയുമാണുള്ളത്. ഡൈൻ ആണെങ്കിൽ നമുക്ക് എന്ത് വേണം? +M ഗ്രൂപ്പ് വഴിയോ അല്ലെങ്കിൽ +I എഫക്റ്റ് മൂലമോ എന്ത് വേണം? ഇലക്ട്രോൺ ഡെൻസിറ്റി കൂട്ടാൻ പറ്റണം. ഇനി ഡൈഇനോഫൈൽ ആണെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണെങ്കിൽ ഇതിന്റെ റിയാക്ടിവിറ്റി കൂടും. റൈറ്റ്. ഇനി നമുക്ക് ഈ ഡൈനും ഡൈഇനോഫൈലും റിയാക്ട് ചെയ്തുകൊണ്ട് ഏതൊക്കെ കണ്ടീഷനിൽ ഏതൊക്കെ ഇലക്ട്രോൺ സിസ്റ്റത്തിനാണ് റിയാക്ട് ചെയ്യുക എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഒരു ഷോർട്ട് ട്രിക്കാണ് വുഡ്വേർഡ് ഹോഫ്മാൻ റൂൾ തന്നിരിക്കുന്നത്. നോക്കൂ, ഇത്രയാണ് ഷോർട്ട് കട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2 ഇലക്ട്രോൺ സിസ്റ്റം ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. 4n പൈയും പിന്നെ 4n+2 പൈ ഇലക്ട്രോൺ സിസ്റ്റവും. സോ നമുക്ക് 2 കണ്ടീഷൻസ് ആണ് അല്ലെ. തെർമലും ഉണ്ട്, അതേപോലെ എന്തുണ്ട്? ഫോട്ടോ കെമിക്കൽ കണ്ടീഷൻസും നമുക്കുണ്ട്. തെർമലും ഉണ്ട്, ഫോട്ടോ കെമിക്കൽ കണ്ടീഷൻസും നമുക്ക് ഉണ്ട്. ഇവിടെ ഏതൊക്കെ കണ്ടീഷനിൽ എങ്ങനെയൊക്കെ നടക്കും എന്ന് നമുക്ക് നോക്കണം. നോക്കൂ,
4n5 ഇലക്ട്രോൺസ് ആണെങ്കിൽ ഇവിടെ സുപ്രാഫേഷ്യൽ ആൻട്രാഫേഷ്യൽ ഇന്ററാക്ഷൻ. എന്താണ് സുപ്രാഫേഷ്യൽ, എന്താണ് ആൻട്രാഫേഷ്യൽ എന്ന് ഞാൻ പറയാം. അല്ലെങ്കിൽ ആൻട്രാഫേഷ്യൽ സുപ്രാഫേഷ്യൽ ആയിരിക്കും ഉണ്ടാകുക. ഇനി ഫോട്ടോ കെമിക്കൽ ആണെങ്കിൽ ഇവിടെ സുപ്രാഫേഷ്യൽ റിയാക്ഷൻ ആയിരിക്കും ഉണ്ടാകുക. അതേപോലെ 4n+2π ഇവിടെ സുപ്രാഫേഷ്യൽ തെർമലിലാണ് സുപ്രാഫേഷ്യൽ ഇന്ററാക്ഷൻ ഉണ്ടാകുക. ഫോട്ടോ കെമിക്കലിലാണെങ്കിൽ സുപ്രാഫേഷ്യൽ ആൻട്രാഫേഷ്യലോ അല്ലെങ്കിൽ ആൻട്രാഫേഷ്യൽ സുപ്രാഫേഷ്യലോ ഉണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഈ സുപ്രാഫേഷ്യൽ, എന്താണ് ഈ ആൻട്രാഫേഷ്യൽ എന്നുള്ളത്. അത് പറയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാം. ജനറലി സൈക്ലോ അഡിഷൻ റിയാക്ഷൻസ് ഫേവർ ചെയ്യുന്നത് സുപ്രാഫേഷ്യൽ ഇന്ററാക്ഷൻസ് ആണ്. എന്താണ് നോക്കാം. ജനറലി സൈക്ലോ അഡിഷൻ റിയാക്ഷൻസ് are favored by suprafacial interactions. Right? നോക്കാം നമുക്ക് എന്താണ് ഈ സുപ്രാഫേഷ്യൽ, എന്താണ് ഈ ആൻട്രാഫേഷ്യൽ. ഇതാ ഞാൻ പറയാണ്, നമ്മൾ പറഞ്ഞായിരുന്നു Ψ1 Ψ3 എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ആളുകളാണെങ്കിൽ ഇതാ Ψ3 ഇങ്ങനെയല്ലേ ഉണ്ടാകുക. Ψ3 അല്ലേ ഇത്. ഈ Ψ3 ആണെങ്കിൽ ഇതാ ലോബ്സിന്റെ സൈൻസ് സെയിം ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അതേപോലെ ഇങ്ങനെയല്ലേ ഉണ്ടാകുക. ഇങ്ങനെ രണ്ട് ലോബ്സ് ആണെന്ന് വിചാരിക്കാം. ഇവര് തമ്മിൽ ഡയറക്റ്റ് ഒരു ലിങ്കിങ് ഉണ്ടാവത്തില്ലേ, ഈ മൈനസും തമ്മിൽ അല്ലെ. ഈ ഒരു ടൈപ്പ് ഓഫ് എന്ത് വിളിക്കുന്നത് സുപ്രാഫേഷ്യൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. അതേസമയം Ψ2 ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ, Ψ2 Ψ4 ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ നോക്കിക്കോളൂ, ഇങ്ങനല്ലേ Ψ2 ഒക്കെ വരിക, ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ. അതേപോലെ ഇവിടെ ഇങ്ങനെയാണ്, ഇതേ ഒരു ലോബ്സിലാണ് ഇന്ററാക്ഷൻ നടത്തേണ്ടതെങ്കിൽ ഇവിടെ പ്ലസ് ആണ്, ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്, ഇവിടെ മൈനസ് ആണ്. അപ്പൊ നോക്കൂ, ഇവിടെ എന്തായിരിക്കും, ഇവിടെ ഇന്ററാക്ഷൻ നടക്കും. പക്ഷെ ഇവിടെ ഇന്ററാക്ഷൻ നടക്കുമോ? ഇവിടെ ഇന്ററാക്ഷൻ നടക്കണമെങ്കിൽ ഇവിടുന്ന് ഇയാൾക്ക് ഇങ്ങനെ ഇന്ററാക്ഷൻ നടക്കാൻ പറ്റും. ഇതിനെയാണ് മക്കളെ എന്ത് പറയുന്നത്? ആൻട്രാഫേഷ്യൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ആൻട്രാഫേഷ്യൽ ഇന്ററാക്ഷൻ. റൈറ്റ്? അതായത് പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സൈക്ലോ അഡിഷൻ റിയാക്ഷൻസ് ഫേവർ ചെയ്യുന്നത് എന്താണ്? സുപ്രാഫേഷ്യൽ ഇന്ററാക്ഷൻ ആണ്. സുപ്രാഫേഷ്യൽ ആൻട്രാഫേഷ്യൽ റിയാക്ഷൻസ് എന്ത് ചെയ്യുന്നില്ല? സൈക്ലോ അഡിഷൻ റിയാക്ഷൻസ് ഫേവർ ചെയ്യുന്നില്ല. അതായത് നിങ്ങളുടെ സിസ്റ്റം 4n5 സിസ്റ്റം ആണെങ്കിൽ അത് എന്തായിരിക്കും ഫേവർ ചെയ്യുക? ഫോട്ടോ കെമിക്കൽ കണ്ടീഷൻസ് ആയിരിക്കും. അതേപോലെ 4n+2π ഇലക്ട്രോൺ ആണെങ്കിൽ അത് എന്തായിരിക്കും? തെർമലിലായിരിക്കും നടക്കാനുള്ള പോസിബിലിറ്റി. അത് ഒരു കാര്യം കൊണ്ട് നമുക്ക് പറയാം. അതായത് ഇപ്പൊ 4n5 സിസ്റ്റം ആണെന്ന് വിചാരിച്ചു. 4n5 സിസ്റ്റം ആണെന്ന് വിചാരിക്കാം. 4n5 സിസ്റ്റം എന്ന് പറയുമ്പോൾ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 4 അല്ലെ. ഇപ്പൊ 2 4 4. അപ്പോ ഇതിലേക്ക് ഒരു ഫോട്ടോ കെമിക്കലിലാണ് ആക്റ്റീവ് ആവുക എന്ന് നമ്മൾ പറഞ്ഞു. HNu കൊടുത്താൽ എന്താവും? ഇത് Ψ1 ആണ്, ഇത് Ψ2 ആണ് അല്ലെ. ഇത് Ψ1 ആണ്, ഇത് Ψ2 ആണ്, ഇത് Ψ3 ആണ് അല്ലെ. അപ്പോ Ψ3 ആണെങ്കിൽ നോക്കിക്കോളൂ, ഇവിടുന്ന് ഇറേഡിയേറ്റ് ചെയ്തുകൊണ്ട് ഒരാള് മുകളിലോട്ട് പോയി. റൈറ്റ്? അപ്പൊ ഈ Ψ3 ആണെങ്കിൽ Ψ3 എങ്ങനെയായിരുന്നു? നമ്മളിപ്പോ പറഞ്ഞതുപോലെ അല്ലേ, Ψ3 സെയിം സൈഡ് ആയിരിക്കും അല്ലെ, പ്ലസ് മൈനസ്. അപ്പൊ ഇവിടെ എന്ത് ഇന്ററാക്ഷൻ ആയിരിക്കും? പറയൂ, എന്തായിരിക്കും? മൈനസ് മൈനസ് പ്ലസ് പ്ലസ്. ഇവിടെ എന്താണ്? സുപ്രാഫേഷ്യൽ ഇന്ററാക്ഷൻ ആണ്. മനസ്സിലായില്ലേ? ഇനി അതേ സമയം നമ്മൾ 4n+2π ഇലക്ട്രോൺ സിസ്റ്റം ആണ് എടുക്കുന്നതെങ്കിൽ വിചാരിച്ചോളൂ. 4n+2π ഇലക്ട്രോൺ സിസ്റ്റം. അതേപോലെ നമ്മൾ തെർമൽ ആണെങ്കിൽ അതിന്റെ ഹോമോയോ എന്തായിരിക്കും? തെർമലില് 2 4 6 അല്ലെ. അതായത് ഇത് Ψ1, ഇത് Ψ2, ഇതെന്താണ്? Ψ3. അപ്പൊ നമ്മുടെ ഹോമോ എന്താണ്? Ψ3 ആണ്. ഹോമോ എന്താണ്? Ψ3. എഗെയിൻ സെയിം തിങ് അല്ലേ. അതായത്
നമ്മൾ പറഞ്ഞിരുന്നത് ഇത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. 4n+2 പൈ ഇലക്ട്രോൺസിലാണെങ്കിൽ അതെന്തായിരിക്കും? സൂപ്രാഫേഷ്യൽ ഇന്ററാക്ഷൻ ആയിരിക്കും. എന്ത്? തെർമലിലാണെങ്കിൽ. അതേസമയം 4n പൈ ആണെങ്കിൽ ഫോട്ടോകെമിക്കൽ എന്തായിരിക്കും? സൂപ്രാഫേഷ്യൽ ഇന്ററാക്ഷൻ ആയിരിക്കും. റൈറ്റ്. ഇനി അടുത്തൊരു കാര്യമാണ്, എല്ലാ ഡൈൻസിനും ഡൈസൾട്ടർ റിയാക്ഷനിൽ പങ്കെടുക്കാൻ പറ്റുമോ? ഇല്ല. നോക്കൂ, ക്രൈറ്റീരിയ ടു ആക്ട് ആസ് എ ഡൈൻ. ഈ ഡൈന് നമ്മൾ നോക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു സിംഗിൾ ബോണ്ട് ആണെങ്കിൽ, സിംഗിൾ ബോണ്ടിനെ നോക്കുകയാണെങ്കിൽ ഈ ഡബിൾ ബോണ്ട് എന്തായിരിക്കണം? സിസ് ടൈപ്പ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഇതിനൊരു ഡൈനായിട്ട്, എഫക്റ്റീവ് ഡൈനായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കിക്കോളൂ. ഇവിടെ ഈ ഡബിൾ ബോണ്ട് ട്രാൻസിലാണെങ്കിൽ ഇതിനെന്താ ചെയ്യാൻ പറ്റത്തില്ല? ഡൈസൾട്ടർ റിയാക്ഷനിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല. നോക്കിക്കോളൂ, ഈ ഡബിൾ ബോണ്ട്സ്, ഈ സിംഗിൾ ബോണ്ടിനെ വിത്ത് റെസ്പെക്ട് നോക്കിക്കോളൂ, സെയിം സൈഡിലേക്കല്ലേ? ഡൈനല്ലേ? ഡൈനില് സിസ് ആണ്. അപ്പൊ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇയാള് നോക്കിക്കോളൂ, ഈ സിംഗിൾ ബോണ്ടിനെ നോക്കിക്കോളൂ, സെയിം സൈഡ് അല്ലേ? യെസ്, ഇയാൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നോക്കിക്കോളൂ, ഈ സിംഗിൾ ബോണ്ടിന് സിസ് സൈഡല്ലേ വരുന്നത്? യെസ്, ഇയാൾക്കും എന്ത് ചെയ്യാം? പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇയാളെ നോക്കിക്കോളൂ, ഈ സിംഗിൾ ബോണ്ടിന് സെയിം സൈഡ് അല്ലേ? യെസ്, ഇയാൾക്കും പറ്റും. പക്ഷേ നോക്കിക്കോളൂ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇയാൾ എന്താണ്? ഇയാൾ സെയിം സൈഡ് ആണോ? ഈ ഡബിൾ ബോണ്ട്സ്, ഈ സിംഗിൾ ബോണ്ടിന് വിത്ത് റെസ്പെക്ട് ടു ട്രാൻസ് അല്ലേ? അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട്. എന്താണെന്നറിയോ? ഇതേ ആള് ഇത് സിംഗിൾ ബോണ്ട് അല്ലേ? സിംഗിൾ ബോണ്ടിന്റെ ഇടയിൽ റൊട്ടേഷൻ പോസിബിൾ അല്ലേ? റൊട്ടേഷൻ പോസിബിൾ ആണെങ്കിൽ ഇങ്ങനെയല്ലേ വരിക? ഇത് ആക്ച്വലി സിസ് അല്ലേ? സിസ് കോൺഫിഗറേഷൻ അല്ലേ? ഈ സിസ് ഇത് ട്രാൻസ് ആണ്. പക്ഷെ ഇയാൾക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഇങ്ങനെ വരാലോ. അതുകൊണ്ട് തന്നെ ഇയാൾ എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. ഓക്കെ, അതും കൂടെ നിങ്ങളൊന്ന് നോക്കണം. സെയിം കേസ് ആണ് ഇവിടെ. ഇയാള് ഇപ്പൊ എന്താണ്? ട്രാൻസ് കോൺഫിഗറേഷൻ ആണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇതെന്താണ്? സിംഗിൾ ബോണ്ട് ആണ്. ഈ സിംഗിൾ ബോണ്ടിന് എന്തുണ്ട്? റൊട്ടേഷൻ പോസിബിൾ ആണ്. റൊട്ടേഷൻ പോസിബിൾ ആണെങ്കിൽ നോക്കൂ, ഇതൊരു സിസ് കോൺഫിഗറേഷൻ വരത്തില്ലേ? എന്ത് വരും? സിസ് കോൺഫിഗറേഷൻ നമുക്ക് വരും. സിസ് കോൺഫിഗറേഷൻ വരൂലേ? യെസ്. അപ്പോ ഇയാൾക്കും എന്ത് ചെയ്യാം? പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പക്ഷേ ഇങ്ങനെയാണ് വരുന്നതെങ്കിലോ, ടേഴ്ഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ്, ഇയാള് തിരിഞ്ഞു വരുമോ? ഇതേ കോൺഫിഗറേഷൻ ആണ്. ഇവിടെ എച്ചിന് പകരം ഞാൻ എന്ത് ചെയ്തു? ഒരു ടേഴ്ഷ്യറി ബ്യൂട്ടൈൽ. ഇയാൾക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു വരാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? സിസ്സായി നിൽക്കാനുള്ള. ഇങ്ങനെ സിസ്സായി നിൽക്കുകയാണെങ്കിൽ നോക്കിക്കോളൂ, ഇങ്ങനെയല്ലേ വരിക? ഇയാള് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. ഇവിടെ ടേഴ്ഷ്യറി ബ്യൂട്ടൈൽ, ഇവിടെ എന്തുണ്ട്? ടേഴ്ഷ്യറി ബ്യൂട്ടൈൽ. സോ ഇവിടെ എന്തുണ്ടാവും? ഹയർ റിപ്പൽഷൻ ഉണ്ടാവും അല്ലെ? സ്റ്റെറിക് റിപ്പൽഷൻ ഭയങ്കരമായിരിക്കും. കാരണം ടേഴ്ഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ബൾക്കി ഗ്രൂപ്പ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ റിപ്പൽഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ റൊട്ടേഷൻ എന്തല്ല? ഫീസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെയുള്ള കേസാണിത്. ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ എന്താണ്? ഈ പൈബോൺസ് പക്ഷെ എന്താണ്? ഒരു ലോക്ക്ഡ് സിസ്റ്റത്തിലാണുള്ളത്. അതായത് ഇവര് ഫ്രീ അല്ല, ഇവരെന്താണ്? ഒരു ലോക്ക് ചെയ്ത് പിടിക്കുന്ന സിസ്റ്റം പോലെയാണ് കാണപ്പെടുന്നത്. അതേപോലെയാണ് ഇവരും എന്താണ്? ലോക്ക്ഡ് ആണ്. കൃത്യമായിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ 2-3 കാര്യങ്ങളാണ് നമ്മളിപ്പോ നോക്കിയിരിക്കുന്നത്. എന്താണ്? വുഡ്വാർഡ് ഹോഫ്മാൻ റൂള്, സൂപ്രാഫേഷ്യൽ ഇന്ററാക്ഷൻ, പിന്നെ തെർമലിലും ഫോട്ടോ കെമിക്കലിലും നമ്മൾ നോക്കി. പിന്നെ വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ക്രൈറ്റീരിയ എന്താണ്, ഡൈന്റെ ക്രൈറ്റീരിയ എന്താണെന്ന് നമ്മൾ നോക്കി. അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ നോക്കി കണ്ടു.